ഹേ യൂണിവേഴ്സ്, ഇന്ന് ഈ സൈക്കിളിൻ്റെ ഗിയർ റേഷ്യോനെ പറ്റി പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. ഇതൊരു 7/3 ഗിയേഴ്സാണ്. ഇവിടെ 3 ഗിയേഴ്സ് ഉണ്ട്, ഇവിടെ 7 ഗിയേഴ്സ് ഉണ്ട്. ഇതിന് പ്രൊപ്പോർഷണാലിറ്റി വന്നിട്ട് 1 2 3 4 5 6 7. ഇതാണ് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, അങ്ങനെ പോകും. ഇവിടെ വന്നിട്ട് ഇതാണ് തേർഡ് ഗിയർ, ഇത് സെക്കൻഡ് ഗിയർ, ഏറ്റവും ലാസ്റ്റുള്ളത് ഫസ്റ്റ് ഗിയറാണ്. അങ്ങനെയുണ്ട് പ്രൊപ്പോർഷണാലിറ്റി. അതായത് ഇവിടെ തേർഡ് ഗിയറിൽ വരുന്ന സമയത്ത് ഇവിടെ 1 2 3 വേണം. സെയിം അതുപോലെ ഇവിടെ സെക്കൻഡ് ഗിയറിൽ വരുന്ന സമയത്ത് ഇവിടെ 3 4 5 വേണം. ഇവിടെ ഫസ്റ്റ് ഗിയർ വരുന്ന സമയത്ത് ഇവിടെ 7 6 5 വേണം. ഇതാണ് നോർമൽ പ്രൊപ്പോർഷണാലിറ്റി വരിക. ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർക്കും സ്പീഡും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ടോർക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു സാധനത്തിന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവറിനെ അല്ലെങ്കിൽ ഫോഴ്സിനെയാണ് പറയുന്നത് ടോർക്ക്. അതായത് നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈക്കിളിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഒരു കയറ്റം ചവിട്ടിക്കയറ്റമാണ്. ആ സമയത്ത് നിങ്ങൾ ഇതിൽ ഫസ്റ്റ് ഗിയറിലും ഇവിടെ ലാസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ടോർക്ക് കിട്ടും. അതായത് കുറഞ്ഞ പവറിൽ സൈക്കിള് സ്പീഡ് കുറവായിരിക്കും, പക്ഷേ അനായാസം നിങ്ങൾക്ക് ചവിട്ടിക്കയറ്റാൻ സാധിക്കും. നേരെ മറിച്ച് ഇവിടെ തേർഡ് ഗിയറിലും ഇവിടെ ഏറ്റവും ചെറിയ ഗിയറിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്പീഡാണ് കിട്ടുക. സോ അതാണ് ഇതിൻ്റെ ഡിഫറൻസ്, സ്പീഡും ടോർക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഒരു നോർമൽ മൗണ്ടൻ ബൈക്കാണ്. നമുക്ക് നോർമൽ എക്സസൈസ് പർപ്പസിനും അതുപോലെ ചുമ്മാ റൈഡിനൊക്കെ യൂസ് ആക്കാൻ പറ്റിയ സൈക്കിളിൻ്റെ ഒരവസ്ഥയാണത്. എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സിന് കമൻറ്റ്സ്.